ബ്രിട്ടൻ പാർട്ടിക്ക് പിന്തുണ എലോൺ മസ്ക്. തീവ്ര കുടിയേറ്റ വിരുദ്ധതയുമായിട്ടാണ് ഒരു പുതിയ പാർട്ടി രൂപം കൊള്ളുന്നത് ബ്രിട്ടനിൽ, റീസ്റ്റോർ ബ്രിട്ടൻ പാർട്ടി. റീഫോം യുകെയേക്കാൾ തീവ്ര കുടിയേറ്റ വിരുദ്ധ നിലപാടുമായിട്ട് റീസ്റ്റോർ ബ്രിട്ടൻ പാർട്ടി. ആ റീസ്റ്റോർ ബ്രിട്ടൻ പാർട്ടിയെ പിന്തുണയ്ക്കുന്നതോ എലോൺ മസ്ക്. ഇവിടെ ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ വലതുപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് തീവ്ര കുടിയേറ്റ വിരുദ്ധ നിലപാടുകളുമായിട്ടാണ് പുതിയൊരു രാഷ്ട്രീയ പാർട്ടി കളം നിറയുന്നത്, പ്രവർത്തനം ആരംഭിക്കുന്ന റീസ്റ്റോർ ബ്രിട്ടൻ എന്ന് പറയപ്പെട്ട പാർട്ടി. നൈജൽ ഫറാജിന്റെ റീഫോം യുകെയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗ്രേറ്റ് യവർമാത്ത് MP റൂബർട്ട് ലോ ആണ് പുതിയ പാർട്ടിയുടെ അമരക്കാരൻ. റീഫോം യുകെയേക്കാൾ കടുത്ത വലതുപക്ഷ നയങ്ങൾ പിന്തുടരുന്ന ഈ പാർട്ടിക്ക് ലോകസമ്പന്നനായിട്ടുള്ള എലോൺ മസ്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചത് UK രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട് എന്നുള്ളതാണ്. ബ്രിട്ടനിലേക്കുള്ള കുടിയേറ്റം പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുക മാത്രമല്ല, നിലവിലുള്ള കുടിയേറ്റക്കാരെ തിരിച്ചയക്കുമെന്നും പാർട്ടി വാഗ്ദാനം ചെയ്യുന്നു. ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തവർ, ആനുകൂല്യങ്ങൾ പറ്റി ജീവിക്കുന്നവർ, ബ്രിട്ടീഷ് ജീവിത രീതിയോട് പൊരുത്തപ്പെടാത്തവർ എന്നിവരെ നാടുകടത്തുമെന്നാണ് റൂബർട്ട് ലോയുടെ പ്രഖ്യാപനം. കൂടാതെ ബുർഖ നിരോധിക്കുക, ശരീഅത്ത് നിയമം നിയമവിരുദ്ധമാക്കുക, ഹലാൽ കോഷർ മാംസങ്ങൾ നിരോധിക്കുക തുടങ്ങിയ വിദ്വേഷപരമായിട്ടുള്ള തീവ്ര നിലപാടുകൾ കൂടി പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. എലോൺ മസ്ക് തന്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ റൂബർട്ട് ലോയെ പിന്തുണച്ച് രംഗത്തെത്തിയത് റിഫോം യുകെക്ക് തിരിച്ചടിയായിട്ടുണ്ട്. നൈജൽ ഫറാജിന് രാജ്യത്തെ നയിക്കുവാനുള്ള ശേഷിയില്ല എന്ന് വിമർശിച്ചുകൊണ്ടാണ് മസ്ക് എത്തിയിരിക്കുന്നത്. റൂബർട്ട് ലോ മാത്രമാണ് മാറ്റം കൊണ്ടുവരുവാൻ പ്രാപ്തനെന്ന് കൂടി മസ്ക് കുറിച്ചു വെക്കുന്നു. നൈജൽ ഫറാജ് തന്റെ നിലപാടുകളിൽ വെള്ളം ചേർക്കുന്നു എന്ന് ആരോപിച്ചാണ് റൂബർട്ട് ലോ പാർട്ടി വിട്ടതുപോലും. റീസ്റ്റോർ ബ്രിട്ടന്റെ വരവ് എന്ന് പറയപ്പെടുന്ന യുകെയിലെ വലതുപക്ഷ വോട്ടുകളിൽ വലിയ വിള്ളലുണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തീവ്ര വംശീയ നിലപാടുകൾക്ക്, ആ വംശീയ നിലപാടുകൾ എന്ന് പറയപ്പെടുന്ന വോട്ടർമാരെ ആകർഷിക്കുന്നത് റീഫോം യുകെയുടെ വോട്ട് ബാങ്കിനെ ചോർത്തുകയും വലതുപക്ഷ വോട്ടുകൾ ചിതറാൻ കാരണമാവുകയും ചെയ്യുമെന്നുള്ളതാണ്. ഇത് ഫറാജിന്റെ പാർട്ടിക്കും കൺസർവേറ്റീവ് പാർട്ടിക്കും ഒരുപോലെ ഭീഷണിയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ വോട്ട് ഭിന്നത മറ്റ് പ്രധാന കക്ഷികൾക്ക് ഗുണകരമായേക്കാം. കൗൺസിൽ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കുവാനുള്ള സർക്കാർ നീക്കത്തെ എതിർത്തുകൊണ്ട് ഇന്ത്യൻ വംശജനായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ വരെ മുമ്പോട്ട് വരികയാണ്. ഇവിടെ ഈ വർഷം മേയിൽ നടക്കാനിരിക്കുന്ന പ്രാദേശിക കൗൺസിൽ തെരഞ്ഞെടുപ്പ്, ആ കൗൺസിൽ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കുവാനുള്ള ലേബർ സർക്കാരിന്റെ നീക്കത്തിനെതിരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പുമായിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ചീഫ് എക്സിക്യൂട്ടീവ് വിജയ് രംഗരാജൻ രംഗത്തെത്തിയത്. മതിയായിട്ടുള്ള കാരണങ്ങളില്ലാതെ ദശലക്ഷക്കണക്കിന് വോട്ടർമാരുടെ അവകാശം തടയാൻ വേണ്ടിയിട്ട് സർക്കാരിന് അധികാരമില്ല എന്ന് ഇന്ത്യൻ വംശജനായിട്ടുള്ള അദ്ദേഹം വ്യക്തമാക്കുന്നതും അതുകൊണ്ടാണ്. ലേബർ പാർട്ടിക്ക് കനത്ത തിരിച്ചടി നേരിടുമെന്നുള്ള ഭയത്താലാണ് 30ഓളം തദ്ദേശ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നീട്ടാൻ സർക്കാർ ശ്രമിക്കുന്നത് എന്നുള്ള ആക്ഷേപം കൂടി ഈ തിരഞ്ഞെടുപ്പുമായിട്ട് അടുക്കുന്ന കാലഘട്ടത്തിൽ എത്തുന്നു. മാത്രമല്ല, ഇത് ശക്തമാകുന്നതിനിടെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഇത്തരത്തിലുള്ള ഇടപെടൽ കൂടി ഇവിടെ ഉണ്ടാകുന്നത്. തദ്ദേശ സ്വയംഭരണ പുനഃസംഘടനയും തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകളും ഒക്കെ ഒരേ സമയം നടത്തുവാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട്, ആ പ്രായോഗിക ബുദ്ധിമുട്ടാണ് തിരഞ്ഞെടുപ്പ് നീട്ടാൻ കാരണമായിട്ട് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് എങ്കിലും, എന്നാൽ ഇത്തരം സാങ്കേതിക തടസ്സങ്ങൾ തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കുവാനുള്ള ന്യായമായിട്ടുള്ള കാരണങ്ങളല്ല എന്ന് തന്നെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം. തിരഞ്ഞെടുപ്പ് എപ്പോൾ വേണമെന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് എന്നും അധികാരികൾക്ക് സ്വന്തം സൗകര്യത്തിനനുസരിച്ച് ജനവിധി നേരിടുന്നത് നീട്ടിവെക്കാൻ കഴിയില്ല എന്നുകൂടി കമ്മീഷൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നിലവിലേക്ക് ഈ നീക്കം അനുസരിച്ച് ചില കൗൺസിലർമാർ തിരഞ്ഞെടുപ്പ് നേരിടാതെ 7 വർഷം വരെ പദവിയിൽ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇത് ജനാധിപത്യപരമായ തീരുമാനങ്ങളുടെ വിശ്വാസ്യതയെ ബാധിക്കുന്നതാണ്, വോട്ടർമാരുടെ വിശ്വാസത്തെ തകർക്കുന്നതാണ്. ഏകദേശം 3.5 ദശലക്ഷം വോട്ടർമാരെ ഈ പറയുന്ന തീരുമാനം ബാധിക്കുമെന്ന് തന്നെയാണ്. അപ്പോൾ ഈ സർക്കാരിന്റെ ഈ നീക്കത്തിനെതിരെ ഇപ്പോൾ റീഫോം യുകെ നേതാവായിട്ടുള്ള നൈജൽ ഫറാജ് അടക്കം രംഗത്തെത്തുന്നു. ലേബർ സർക്കാർ ഏകാധിപതികളെ പോലെ പെരുമാറുന്നു എന്ന് പറയപ്പെടുന്നു. മാത്രമല്ല, തിരഞ്ഞെടുപ്പ് നീട്ടിവെക്കുന്നതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് റീഫോം യുകെ. ഈ സാഹചര്യത്തിലാണ് പുതിയ പാർട്ടിയുടെ ജനനം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിനകം തന്നെ നോർഫോക്കിലെ ചില കൗൺസിലർമാർ പ്രതിഷേധ സൂചകമായിട്ട് രാജിവെച്ചിട്ടുണ്ട്. പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ അവസരം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ചിലയിടങ്ങളിൽ ജനങ്ങൾ കൗൺസിൽ ടാക്സ് അടയ്ക്കാതെ പ്രതിഷേധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ അടക്കം വരുമ്പോഴും ബ്രിട്ടീഷ് പാർട്ടിക്ക് ഒരു പിന്തുണ ലഭിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ബ്രിട്ടനിൽ ഈ മറ്റുള്ള പാർട്ടികളെ അപേക്ഷിച്ച്, ഇപ്പൊ റീഫോം യുകെ പാർട്ടി ആണെങ്കിലും ലേബർ പാർട്ടി ആണെങ്കിലും കൺസർവേറ്റീവ് പാർട്ടി ആണെങ്കിലും ഇവരെയൊക്കെ മറികടന്നുകൊണ്ട് ഒരു പുതിയ പാർട്ടി അവിടെ രൂപം കൊള്ളുന്നത് തന്നെ ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തരാണ് ഞങ്ങൾ എന്ന് തിരിച്ചറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പുതിയ പാർട്ടിയുടെ രൂപീകരണം എത്രത്തോളം ആ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുകളുമായി മുന്നോട്ട് പോകാൻ റീസ്റ്റോർ ബ്രിട്ടൻ പാർട്ടി എന്ന് പറയപ്പെടുന്ന പാർട്ടിക്ക് എത്രത്തോളം ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഒന്നാമത്തെ കാര്യം അവരുടെ തീവ്ര കുടിയേറ്റ വിരുദ്ധതയാണ്. തീവ്ര കുടിയേറ്റ വിരുദ്ധതയുമായി എത്തുന്ന റീസ്റ്റോർ ബ്രിട്ടൻ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന എലോൺ മസ്കിന്റെ മനസ്സിൽ എന്താണ്? ഇങ്ങനെ ബ്രിട്ടനിൽ അടിമുടി മാറ്റമുണ്ടാകാൻ പോകുന്നു. ഈ കെയർ സ്റ്റാർമറിന്റെ പാർട്ടി ആണെങ്കിലും, ഇനി ഈ പറയുന്ന ബാക്കി കൺസർവേറ്റീവ് പാർട്ടി ആണെങ്കിലും, നൈജൽ ഫറാജിന്റെ പാർട്ടി ആണെങ്കിലും ഒക്കെ റീഫോം യുകെ അടക്കമുള്ള പാർട്ടികളിൽ വലിയ
ആ, വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ പോകുന്നു, അല്ലെങ്കിൽ വലിയ പിളർപ്പുകൾ ഉണ്ടാകാൻ പോകുന്നു. ആ പിളർപ്പുകളെയാണ് ഈ പറയുന്ന ഈ റീസ്റ്റോർ ബ്രിട്ടൻ പാർട്ടിക്ക് മുതൽക്കൂട്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ബ്രിട്ടനിൽ പുതിയ പാർട്ടി രൂപീകരിക്കപ്പെടുന്നത്, എലോൺ മസ്ക് അതിന് പിന്നിൽ പിന്തുണ പ്രഖ്യാപിക്കുന്നതൊക്കെ വലിയ ചർച്ചകൾ ചെയ്യപ്പെടുമ്പോഴും, പക്ഷേ ഇതിന്റെ പൂർണ്ണമായിട്ടും റീസ്റ്റോർ ബ്രിട്ടൻ പാർട്ടി എന്ന് പറയപ്പെടുന്ന പാർട്ടി രൂപം കൊള്ളുമ്പോൾ അക്ഷരാർത്ഥത്തിൽ തകർന്നു പോകുന്നത് റീഫോം യു കെ എന്ന് പറയപ്പെടുന്ന നൈജൽ ഫറാജിന്റെ പാർട്ടിയാണ്. കാരണം നൈജൽ ഫറാജ് അവിടെ പ്രധാനമന്ത്രി ആകുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്ന സമയത്തായിരുന്നു ആ റീഫോം യു കെ പാർട്ടിയിൽ നിന്ന് പുതിയ പാർട്ടി പുലർന്ന് രൂപീകരിക്കുന്നത്, റീസ്റ്റോർ ബ്രിട്ടൻ പാർട്ടി എന്ന് പറയപ്പെടുന്നത് രൂപീകരിക്കുന്നത്. റീസ്റ്റോർ ബ്രിട്ടൻ പാർട്ടി എന്ന് പറയപ്പെടുന്നത് തീവ്ര കുടിയേറ്റ വിരുദ്ധതയുള്ള പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ പലപ്പോഴും കൺസർവേറ്റീവ് പാർട്ടിയും ഒപ്പം തന്നെ റീഫോം യു കെ ഒക്കെ വലിയ സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് എങ്കിലും, പക്ഷെ അവിടെ വിജയിച്ചു വരുവാനുള്ള സാധ്യത എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും ഈ പറയുന്ന പുതിയ റീസ്റ്റോർ ബ്രിട്ടൻ പാർട്ടിക്ക് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പകരം കൺസർവേറ്റീവ് പാർട്ടിയുടെയും ഒപ്പം തന്നെ റീഫോം യു കെ പാർട്ടിയുടെയും സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല.